ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു അലർജി ഉള്ള ഒരാളാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാ മാസവും ഇങ്ങനെ ജലദോഷം, ചുമ, ചെറിയൊരു ഫീവർ ഉണ്ടാവാണ്ടിരിക്കാം. അങ്ങനെ എല്ലാ മാസവും എല്ലാ മാസവും ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒരുപാട് ആൻറ്റിബയോട്ടിക്സ്, മൾട്ടിപ്പിൾ മെഡിസിൻസ് അങ്ങനെ. അപ്പോൾ ആക്ച്വലി അതിൻ്റെ കാരണത്തിനെ അല്ല അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. എന്താണെന്നുള്ള കാരണം കണ്ടെത്താണ്ട് എന്താണോ ബുദ്ധിമുട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ആ അലർജി എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ അങ്ങോട്ട് ഫർദർ ഇംപ്രൂവ്, അതായത് ആ ഒരു കുട്ടീൻ്റെ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഈ ഒരു ജലദോഷവും മൂക്കടപ്പും തുമ്മലും ഉള്ള ഒരു കുട്ടിക്ക് ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്കിൻ ഇഷ്യൂസ് ഉള്ള കുട്ടിക്ക് ഇതുപോലെ ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ സിംറ്റംസ് കാണുമ്പോഴേ, അതായത് ഇപ്പോൾ സ്കിന്നിലൊരു അലർജി ഉണ്ട്, അല്ലെങ്കിൽ മൂക്കിൽ അലർജി ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിൽ അലർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ നമ്മൾ അലർജി എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫർദർ കോംപ്ലിക്കേഷൻസ്, അതായത് ആസ്മ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോവാണ്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.